സേഫ് ചെയ്ത് നോക്കണേ അത് വെച്ചെടുത്ത് മതി മതി കേട്ടോ ആവശ്യമില്ല അതിലേക്ക് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സഹായം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കി ഡാമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഡാമിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ടിലാണ്. എൻ്റെ കൂടെ ജിജോ ഉണ്ട്. ജിജോനെ പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ അടുത്ത ഒരു യാത്രയിലാണ്, അടുത്ത സ്ഥലത്തേക്ക് പോകണേണ്. ഇടുക്കിയിലെ കുറേ വിശേഷങ്ങളടങ്ങിയ വീഡിയോ പല വീഡിയോ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്. ഇത് അടുത്തതാണ്, ഇനിയും വരാനും ഉണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇടുക്കിയിലെ കുറേ വിശേഷങ്ങൾ നിങ്ങൾ കാണേണ്ടത് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജിജോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ കാണാണ് ഇടുക്കി ഡാമാണ് കാണുന്നത്. കണ്ടോ, ഞങ്ങൾ മേളിൽ പോയിരുന്നു. അവിടെ മറ്റേ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അവിടെ ബോർഡുണ്ട്. അതുകൊണ്ട് എടുക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ജിജോ, നമ്മ ഇനി എങ്ങോട്ടാ പോണത് നെക്സ്റ്റ്? ഇപ്പം ഇടുക്കി അടിവശത്ത് എത്തി. ഇപ്പൊ ഇവിടുന്ന് ചൂടിലോട്ട് പോകുന്ന സ്ഥലം ബ്ലോക്ക് ചെയ്തേക്കാം. നമുക്ക് കയറ്റി വിടത്തില്ല. അത് ഡാമിന്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് അത് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഡാമിന്റെ പ്രദേശങ്ങൾ വീഡിയോ എടുക്കത്തില്ലാത്തതുകൊണ്ട് നമ്മളെ പരിപാടി ക്യാൻസൽ ചെയ്തു. അല്ല, ടിക്കറ്റ് എടുത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയും അവിടുത്തെ ഹിൽവി പാർക്ക് കയറി ആസ്വദിക്കാൻ പറ്റും. ഇടുക്കി ഡാമിന്റെ ജലാശയത്തെ ബോട്ടിങ്ങും പറ്റും. പക്ഷേ നമ്മൾ കയറി പോകാത്തത് നമുക്ക് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. അത് കാരണം അത് ഒഴിവാക്കിയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആ പഞ്ചായത്തിന്റെ പേരെന്തായിരുന്നു? മരിയാപുരം പഞ്ചായത്തിലാണ്. മരിയാപുരം പഞ്ചായത്തിൽ പാണ്ടിപ്പാറ. ഈ ചെറുതോണി കഴിഞ്ഞ് ആദ്യമായിട്ടാണ് കേൾക്കണത്. ഇത്ര നാൾ ഇടുക്കിയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും എനിക്കും കാണാനൊരു ആകാംക്ഷയുണ്ട്. ഒരു അടയാളമാണ് ഈ ഡാമിന്റെ നേരെ അടിവശത്ത് വരുമ്പോൾ ഈ ജംഗ്ഷൻ ഇടുക്കിയാണ്. ചെറിയൊരു കവലയാണ് ഇടുക്കി. വലിയ തീർച്ചയായിട്ടും ചെറിയൊരു കവലയാണ്. ഈ ഇടുക്കി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോണത് നേരെ പാണ്ടിപ്പാറ ഭാഗത്തേക്കാണ്. ഇടുക്കി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. സ്ട്രേറ്റ് പോണത് കാലൂരുണ്ട് കട്ടപ്പന റൂട്ടിലോട്ട്. ഇവിടുന്ന് ജംഗ്ഷനിൽ ലെഫ്റ്റ്, അതായത് എറണാകുളത്ത് വരുമ്പോൾ നേരെ പോകുമ്പോൾ കട്ടപ്പന കാലൂരുണ്ട്. ചെറുതോണിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇടുക്കി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ പാണ്ടിപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. ഇതിന്റെ എല്ലാ കിലോമീറ്ററുകളും ദൂരങ്ങളെല്ലാം ഈ വീഡിയോയിൽ എപ്പോഴേലും ഒക്കെ ആയിട്ട് ഇട്ടേക്കുന്നതാണ്. എന്തോരം ഏകദേശം ഇവിടെ പാണ്ടിപ്പാറ 10 കിലോമീറ്റർ ഉള്ളിൽ. 10 കിലോമീറ്റർ. എന്തായാലും അതൊന്ന് സാറേ കേസ് പോയിട്ട് വരാം അല്ലേ? പാണ്ടിപ്പാറ വ്യൂ ആയിട്ട്. അതെ. അപ്പൊ വെയിറ്റ് ആൻഡ് സീ. ഞങ്ങളുടെ ബുള്ളറ്റ് എടുത്ത് പോകാൻ പോവുകയാണ്. ലോങ് സൈറ്റ് വ്യൂ ആണ്. സൂസൈഡ് പോയിന്റ് പോലെയുള്ള പ്ലേസ് ആണ്. പോയി കാണാം. പണ്ട് നമ്മുടെ പാറപ്പുറത്ത് കയറും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചാടാൻ ശ്രമിക്കരുത്. പുറകെ ചാടാൻ ഞാൻ ഒന്നിനുമില്ല. ചെറിയ വണ്ടികളൊക്കെ പാറപ്പുറത്ത് കയറുന്നതാണ്. അത് യാത്ര വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും നല്ല സ്ഥലമാണ്. അപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ പാണ്ടിപ്പാറയിലേക്കുള്ള യാത്രയിലായിരുന്നു. പക്ഷേ ഈ ഒരു വാഴ കണ്ട, അതിന് വേണ്ടി വണ്ടി നിർത്തിയാണ് നിങ്ങളെ കാണിക്കുക. ഇതെന്താണ് പേര്? കല്ലുവാഴ എന്ന് പറയും, അല്ലെങ്കിൽ കാട്ടുവാഴ. കല്ലുവാഴ കാട്ടിലൊക്കെ ഇത് കാണാറ്. കല്ലിന്റെ ഇടയിൽ ചെറിയ പാറയിലുണ്ടാവണം അല്ലേ? നല്ല പൊക്കമാണ്. പൊക്കമായിട്ട് രണ്ട് സൈഡിൽ ശരിക്കും മുതൽ ഇപ്പൊ കൊലച്ചേക്കാണ്. എത്ര ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ? ഇതിപ്പോ ഇതാണ് കല്ലുവാഴ സംഭവം. ഇത് കൊലച്ചേക്കാണ്. ചൂണ്ടിലോട്ട് പോയിക്കഴിഞ്ഞാൽ നല്ല വാഴപ്പഴം പോലെ തന്നെയാണ്. ഞാലിപ്പൂവൻ പഴത്തിൻ്റെ ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ, പഴത്തിൻ്റെ ഉള്ളിൽ കല്ലുണ്ടാവും. ബ്ലാക്ക് കളറിൽ കല്ലുണ്ടാവും. അത് കഴിക്കുമ്പം കല്ലിൻ്റെ ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ കല്ല് കടിച്ച് പൊട്ടിക്കാവുന്ന ടൈപ്പാണ്, അരിയായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഇത് കണ്ടുകൊണ്ട് കാണിക്കാൻ വേണ്ടി. അതെ, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജിജോ പറഞ്ഞിട്ട് നിർത്തിയാണ്. കല്ലുവാഴ ഇതൊന്നും നമ്മുടെ അവിടെ കാണാൻ കിട്ടില്ലല്ലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടി ഗായ്സ്. അല്ല, അങ്ങനല്ലേ പറയണ്ടേ. പ്ലഗ് കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നു. വണ്ടി ഒന്ന് നിന്നിട്ടുണ്ട്, അറിയില്ല. ഒന്ന് മിസ്സിങ് വന്ന് പ്ലഗിൻ്റെ ആയിരിക്കണം എന്ന് കരുതുന്നു. നോക്കട്ടെ. ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ വന്നാൽ നമുക്കൊരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ നമ്പർ നോക്കാം. കിട്ടിയാൽ അല്ലേ ആൾ വരട്ടെ. അതിൻ്റെ ചാർജ് തീർന്നു എന്നാണ്. അതിങ്ങനെ എൻ്റെ ഇതുണ്ട്. നമ്മളിവിടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് എത്ര 5 മണിക്കായിട്ട് നിൽക്കണല്ലേ? 5 അല്ല 4:30. ചേട്ടൻ്റെ പേരുന്നു രാജൻ. ചേട്ടൻ ഇവിടെ മേളിൽ താമസിക്കുന്നുണ്ട്. ജീപ്പൊക്കെ ഉണ്ട്. രാജേട്ടനും ഞങ്ങളും ജിജോയും പിന്നെ എന്താണ് പേര് വിട്ടു, സോറി, ജെഫിനും എല്ലാവരും കൂടി കിടന്ന് കഷ്ടപ്പാടായിരുന്നു കുറേ. ജെഫിൻ്റെ ഫാദറാണിത്. അങ്ങനെ പേരെന്താണ്? ബേബി. ഓക്കെ. കുറേ പണി എടുത്ത് റെഡി ആയിട്ടില്ല. പക്ഷേ ഒരാൾ ഇന്ന് ഒരു 9 മണി കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും ജെഫിനെ സന്തോഷം കേട്ടോ. ഓക്കെ ഏട്ടാ, നന്ദിയുണ്ട്. പണി തീർന്നില്ല, റോട്ടിൽ വെയിറ്റിംഗ് ആണ്. അടുത്ത ഒരു മെക്കാനിക്ക് വരാൻ വേണ്ടി. ആ ചേട്ടൻ വന്നാൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കണേ. ആ വണ്ടി വന്നിട്ട് വന്നു. വന്നു മോനെ ദോസ്ത്. എന്ത് ടൈമിംഗ് ആണ്? പക്ക ടൈമിങ്. ചേട്ടൻ വന്നിട്ട് നോക്കാം. അങ്ങനെ അവസാനം നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജോയാശാൻ വന്നിട്ടുണ്ട്. ജോയാശാൻ എന്ന് പറയുന്നത് ഇടുക്കി പള്ളിക്കവലയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. അദ്ദേഹം 10-35 കൊല്ലത്തിൻ്റെ മേളിലായിട്ട് അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്.
ആള് 2 ആഴ്ചയായിട്ട്, അതായത് ആള് ഇടുക്കിയിലെ വർക്ക്ഷോപ്പ് തൊടുപുഴയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 2 ആഴ്ചയായിട്ട് അവിടെ ആ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇന്ന് അദ്ദേഹം വന്നുള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വഴി കിട്ടി, ഇങ്ങനെ വഴി കിടക്കണേണ്. പിന്നെ നമ്മുടെ എറണാകുളത്തെ പോലെയല്ല, അവിടേക്ക് ഒരു 10 കിലോമീറ്റർ മിനിമം ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും ഒരു വർക്ക്ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പഴയ എൻഫീൽഡ് ആയത് കാരണം അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇത് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ട്, നമ്മൾ എടുത്ത് പിടിച്ചോന്ന് പറഞ്ഞ് പോയതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന്. കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒന്ന് ടാപ്പറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടും, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, കാരണം പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചതാണ്. എന്തായാലും ജോയാശം വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്താണ് നമുക്ക് ഹാപ്പിയാണ്, കാരണം ഇപ്പോൾ റെഡിയായി കിട്ടുമെന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയണതാണ്. പിന്നെ ഈ പാണ്ടിപ്പാറയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. എന്തായാലും പാണ്ടിപ്പാറ നമ്മൾ അടുത്ത ദിവസം കയറിയിരിക്കുക, അത് വേറെ കാര്യം. അത് എന്തൊക്കെ സംഭവിച്ചാലും കാരണം നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടൊരു പരിപാടി നടക്കില്ല, എന്തായാലും നമ്മൾ കയറിയിരിക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞോട്ടെ, കാരണം രാത്രി ആയിപ്പോയില്ലേ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടി പണി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതും കൂടി നിങ്ങളൊന്ന് അറിയേണ്ടതാണ്. ആൾ വന്നത് ദോസ്ത് വണ്ടിയായിട്ടാണ്, അതിൻ്റെ ലൈറ്റിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക്. അത് മുറുക്കിയിട്ടായിരുന്നു അപ്പുറത്തെ. ആശാൻ വണ്ടി ഓടിച്ച് നോക്കാൻ പോയതാണ്. അപ്പോൾ എന്താണ് 4:30 ഇവിടെ വെച്ച് വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. ആശാൻ വന്ന്, ജോയാശാനല്ലേ വരും, ജോയ് ചേട്ടൻ വന്ന കാരണം നമുക്ക് വണ്ടി ക്ലിയർ ആക്കി തന്നു. വെറുതെ 10 മിനിറ്റ് കൊണ്ട് സംഭവം, 10 വേണ്ടി വന്നില്ലെന്ന് തോന്നി, 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തന്നു. പിന്നെ ഒരാളും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. എറണാകുളത്തെ കമ്മല് മാട്ടി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, മടിച്ചേട്ടൻ, നമ്മുടെ പോർക്കും കൂട്ടില്ല. മടിച്ചേട്ടൻ വീഡിയോ കോൾ ചെയ്ത് അതാണ് ഞങ്ങൾ അത്ര അയച്ചത്. അപ്പൊ ആശാനെ വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇപ്പൊ പള്ളിക്കവലയിലായിരുന്നു വർക്ക്ഷോപ്പ് അല്ലേ ഇവിടെ ഇടുക്കിയിൽ, എനിക്ക് അർത്ഥം ഞാൻ ഇന്നിപ്പോ പഠിച്ചാണ്. ആ വർക്ക്ഷോപ്പ് തൊടുപുഴയിലേക്ക് തന്നെയാണ്. നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടാ, കാരണം ഇത്ര നേരം സംസാരിച്ചോളൂ, 5 മിനിറ്റ് കൊണ്ട് പഠിച്ചാന്നല്ല, അല്ല നമുക്ക് ഒരാളത്തിലായിട്ട് സംസാരിക്കുമ്പോ ഇച്ചിരി കിട്ടും അല്ലേ, അർത്ഥം കിട്ടും. അതെ അതെ, അല്ല വിളിച്ചപ്പോ വരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചേച്ചി വിളിച്ചു, മോനെ വിടാന്ന് പറഞ്ഞ് ശേഷം ചേച്ചി വിളിച്ചു, അവൻ അവിടെ പോയതാറാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പിന്നെ ഈ പള്ളിക്കവലയിലെ വർക്ക്ഷോപ്പ് തൊടുപുഴക്കാരുടെ ഇടയിലേക്ക് തന്നെയാണ് അല്ലെ, ഒരു അടിപൊളി വർക്ക്ഷോപ്പായിട്ട്. റോയൽ എൻഫീൽഡ് ആണ് മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പഴയതും പുതിയതും അല്ലെ. പേര് അല്ല വർക്ക്ഷോപ്പിന് ഇട്ടിട്ടുണ്ടാ, നോക്കിക്കൊണ്ടിരിക്കണം, അപ്പൊ പറയണ്ട, അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പൊ എന്തായാലും ആശാന്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാരണം ഈ പാതിരാത്രി നമ്മൾ ഇവിടെ നിന്ന് രക്ഷിച്ചൊരു മനുഷ്യനാണ്. വളരെ സന്തോഷം കേട്ടോ ആശാനെ. അപ്പൊ ഇനിയും കാണാം. മടിച്ചേട്ടൻ ഫ്രണ്ടാണല്ലേ? ഞാൻ പറയാം. അതല്ലേ, ഓക്കെ. എന്തായാലും കാണാം. 10-30 വർഷമായിട്ട് പരിചയമുണ്ടല്ലേ? 30 വർഷം മുമ്പ് എനിക്ക് പരിചയമുള്ള. അപ്പൊ നമ്മൾ ഇടുക്കിയിലാണ് ഇപ്പൊ ഉള്ളത് പറഞ്ഞല്ലോ, നമ്മുടെ ജിജോയുടെ വീട്ടിൽ കാൽവരി മൗണ്ടില്. അപ്പൊ ഇന്നൊരു ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ജിജോന്റെ ഒരാളുടെ ബർത്ത്ഡേ ആണ്, കൊച്ചിന്റെ. ഒരാളുടെ അല്ല അമ്മച്ചിയുടെ അടുത്ത മാസം ഉണ്ട്, ഈ മാസം ഉണ്ട്, പിന്നെ കഴിഞ്ഞ മാസം അവന്റെ ഉണ്ട്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇവര് നമ്മുടെ അവിടുത്തെ പോലെ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എടുത്ത് ഫേസ്ബുക്കിലൊന്നും ഇട്ടുണ്ട്. ഇപ്പൊ ലെറ്റേഷനോട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനടുത്താണ്. കാരണം അല്ല ഒന്ന് കാണിക്കണ്ടേ, നമ്മൾ ഇവിടെ വന്നിട്ട് അപ്പച്ചനെ നമ്മള് ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, മലമുകളിൽ പോയിട്ട് അല്ലേ. അപ്പച്ചൻ അവിടെ കിടന്ന് പണിയെടുക്കണം. അമ്മച്ചിയുടെ വീഡിയോ എടുത്തില്ല മുന്നേ. ജിജോന്റെ വൈഫ്, ജിജോന്റെ പിള്ളേര്. ഇന്ന് ടെസമോളുടെ അല്ലേ ബർത്ത്ഡേ. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കണോട്ടാ, അല്ലാണ്ട് ഒരാളുടെ ഒന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മുറിച്ചാലോ? അപ്പൊ പിന്നെ വേറെ കാര്യം പറഞ്ഞോട്ടെ, ജിജോ ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങൾ ഇടുക്കിയിലെ കുറെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്, നിങ്ങൾ കാണാത്ത കുറെ സ്ഥലങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പുറകെ വരുന്നതാണ് അല്ലേ, വെയിറ്റ് ആൻഡ് സീ. അപ്പൊ ഇത് നമുക്ക് മുറിപ്പിക്കാല്ലേ അവളെ കൊണ്ട്? മുറിപ്പിക്കാല്ലേ അപ്പച്ച? എല്ലാരും ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ.
പിറ്റേ ദിവസം ഞാൻ ഈ പള്ളിക്കവല വഴി പോയപ്പോൾ എന്താണ് ജോയാച്ചനെ കാണാൻ വേണ്ടി കയറിയതാണ്. അവിടെ വെച്ച് തന്നെ നമ്മുടെ വിക്രമൻ ചേട്ടനെ പരിചയപ്പെടുകയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഞാൻ മൈക്ക് എന്തോ ലൈൻ എന്തെങ്കിലും ചിലപ്പോൾ ലൂസായിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മൈക്ക് ഏതെങ്കിലും ഒരു ഓഫായി കിടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിസീവർ ഓഫായിട്ടുണ്ടാവും എന്നൊക്കെ വോയിസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയണത്. എന്തായാലും ജോയാച്ചൻ ഇതിന് ശേഷം എന്താ ജോയാച്ചനുണ്ട്, വിക്രമൻ ചേട്ടനുണ്ട്. വിക്രമൻ ചേട്ടൻ അടിപൊളി മൂടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടിയുള്ളൂ. എന്നാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് എന്താണെന്ന് വെയിറ്റ് ചെയ്തോട്ടെ, കേൾപ്പിച്ച് തരാം. പിന്നെ ജോയാശൻ പള്ളിക്കവലയിൽ തൊടുപുഴയിലേക്ക് വർക്ക്ഷോപ്പ് വരണമെന്ന് പറഞ്ഞാൽ അത് അവിടെ വർക്ക്ഷോപ്പ് ആരംഭിച്ചിട്ടാണ്. കാരണം നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് വൈകിയാണ് വിടുന്നത്, അതുകൊണ്ടാണ് ആരംഭിച്ചെന്ന് പറയാൻ കാരണം. എന്തായാലും അടുത്ത പോക്കെങ്ങാടാണെന്നല്ലേ. വാ, വേണ്ട നമ്മൾ ഇന്നലെ നിന്നിട്ട് ഇവിടെ തന്നെയാണ്. എവിടെയാണ് ഇന്നലെ നമ്മൾ എന്താണ് പാണ്ടിപ്പാറ അല്ലേ, പാണ്ടിപ്പാറ കാണാൻ വേണ്ടി എവിടെ വെച്ചാണ് വണ്ടി കംപ്ലൈൻ്റ് ആയത് ആ സ്പോട്ടിൽ തന്നെയാണ്. നമ്മൾ അപ്പോൾ ഇന്നലെ അവസാനിപ്പിച്ച് കൊടുത്തുനിന്ന് ഇന്ന് തുടങ്ങുകയാണ് പാണ്ടിപ്പാറ കാണാൻ. അല്ലേ, പോവാം. ഒരു കൈ കാണിച്ചല്ലേ, ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോണേ. ആ മലയുടെ മുകളിലോട്ടാണ്. അപ്പോൾ പാണ്ടിപ്പാറയുടെ ആ റൂട്ടിലോട്ട് എത്തി, അതായത് അവരുടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ എത്തിയേക്കണെയാണ് നമ്മൾ. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയറ്റമുണ്ട്, ഭയങ്കര കയറ്റമാണ്. അതായത് കാറൊക്കെ സിമ്പിളായിട്ട് പോയിരിക്കും. എനിക്ക് തോന്നുന്നു ട്രാവലറും ചെല്ലും അവിടെ, പക്ഷേ ഇച്ചിരി ഒന്ന് ഇടിക്കാണെന്നുള്ളൂ. ട്രാവലർ ചെല്ലും അവിടെ, അതിൻ്റെ മേളിലെത്തും. പിന്നെ അതിൻ്റെ മേളിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കിടിലാണ്, ഒന്നും പറയാനില്ല. കാരണം എന്നോട് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് കയറ്റുന്നതാണ്. ജിജോ പറഞ്ഞാണ് ഇവിടെ അല്ല പോട്ടെ അതായത് ഇടുക്കി ഡാം താഴേക്കാണ്, ആ ഒരു പാറപ്പുറത്തേക്കാണ് ഓടിച്ച് കയറ്റാൻ പറയണത്. അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് കൊക്കയാണ്. അപ്പോൾ ഇവരൊക്കെ വണ്ടി കൊണ്ടുവരുന്ന സ്ഥലമാണ് അത്. പക്ഷേ എന്തും പറയാൻ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇച്ചിരി ഭാഗം കഴിഞ്ഞാൽ കുറച്ചൊരു ഇടുങ്ങിയ വഴിയാണ്. പക്ഷേ എന്നാലും ആ ഒരു വ്യൂ അവിടെ നിന്നുള്ളത് എന്താ പറയുക, ഒരു സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സാധനം ഉണ്ട് ജിജോ പറഞ്ഞാൽ തന്നെ. കാരണം വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഇടുക്കി ഡാം നമ്മുടെ താഴെ എന്ന് പറയുമ്പോഴുള്ള പുറത്തോർത്തൊക്കെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ റോഡുകളൊക്കെയാണ്. അതൊന്നും അവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്നു, ആ പാറയുടെ മേലിൽ അവിടെ എത്തിയതിന് ശേഷം കിടന്നു. എന്തായാലും ആ ഒരു മനോഹര കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മളെ പകുതിക്ക് വെച്ച് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നിർത്തിയെങ്കിലും നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിരുന്നു. അത് വേറെ കാര്യം, നമ്മൾ വാശിയാണല്ലോ, നമുക്ക് കയറിയേ പറ്റുമോ അതിൻ്റെ മേലിൽ. എന്തായാലും അവിടുത്തെ ഒരു കാഴ്ച മനോഹരമാണ്. ഇനി ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണല്ലോ, അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത്. ഇത് ഏതാണ്ട് അതിൻ്റെ എൻ്റെ ഭാഗത്താണ്. ഇനി ആകെ ഒരു ചെറിയൊരു പാറയാണ്, ചെറുതല്ല വലുതാണ്. ഞാൻ പറഞ്ഞ റോഡ് തീർന്നു, ആ ബൈക്കിരിക്കണ ഭാഗം കഴിഞ്ഞാൽ റോഡ് തീർന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാറയുടെ മുകളിലേക്ക് ഓടിച്ചു കയറ്റാൻ പറയണം. അവർ കാറൊക്കെ കയറ്റണതാണ് അങ്ങോട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല, നമുക്കറിയില്ല. ഫസ്റ്റ് ടൈം പോണതുമായിരുന്നു അങ്ങാടി. ഈ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സാധനം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ലായിരുന്നു. വല്ലാത്തൊരു കാഴ്ചയാണ് ഇതിൻ്റെ മേളിൽ നിന്ന്, ഒന്നും പറയാനില്ല. അതിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാം. എന്തായാലും ജിജോ പറഞ്ഞാൽ പാറയുടെ മേളിൽ കൂടെയൊക്കെ ഓടിച്ച് ഞങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് വണ്ടി വെച്ചിട്ട് ഇനി നിങ്ങളെ സ്ഥലം കാണിച്ചു തരാൻ പോകണം. ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടത് തന്നെയാണ്. നേരിട്ട് കണ്ടു, അത്രേ പറയാനുള്ളൂ. അതൊക്കെ വേണമല്ലോ, ഒരു കണ്ടന്റും കൂടിയാണ്, ആൾക്കാർ ശ്രദ്ധിക്കാനും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ പാണ്ടിപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെയും കുരിശു കൂടിയൊക്കെ ഉണ്ടല്ലേ, എല്ലാം മലയുടെ മേളിൽ നിന്നുകൊണ്ട് വരെ കുരിശ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാണ്ടിപ്പാറയിലെ വ്യൂ കാണിക്കുന്നതിന് മുന്നേ പാണ്ടിപ്പാറയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണെന്ന് പറഞ്ഞോ നോക്കി. ഇതെടുത്ത് മറ്റെന്താണ്, അയ്യോ CD യൂണിറ്റ് അല്ലല്ലോ, പേര് കിട്ടാനുള്ള പറ്റുന്നു. ഇത് അവിടെ കെട്ടി വെച്ചത് ഇന്നലെ നമ്മൾ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ അഴിച്ചായിരുന്നു. തിരിച്ച് കെട്ടി വെക്കാഞ്ഞുകൊണ്ട് സൈലൻസറിൽ കൊണ്ട് നോക്കി. എന്താ ഭാഗ്യത്തിന് ലാസ്റ്റ് സ്റ്റേജിൽ വെച്ച് ഞാൻ കണ്ട് പുക വന്നിട്ട്, ഇല്ലെങ്കിൽ പണിയായിരുന്നു. അതുപോലെ നമ്മുടെ കിക്കറിൻ്റെ സ്പ്രിങ്ങും പോയി. അത് കുഴപ്പമില്ല, നമുക്ക് തള്ളിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ നാളെ ഇന്ന് സൺഡേ ആയതാറ് നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചോദിച്ചേട്ടനെ തന്നെ വിളിച്ചാണ് ഇന്നലെ വന്നാൽ. കിക്കർ സ്പ്രിങ് എല്ലാം കൂടി ഒരുമിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണെങ്കിൽ ഒരു സംഭവം ഈ പാണ്ടിപ്പാറയിലേക്ക് വരുന്നപ്പോഴാണ് ഇത് തുടങ്ങിയത്. ഇന്നും പാണ്ടിപ്പാറയിലേക്ക് വന്നപ്പോഴാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നെ ഇങ്ങോട്ട് വരുത്താണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടേ പറഞ്ഞത്. ഇന്നലെ എവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ കയറാണ്ട് പോകില്ല, അത് നമ്മ എന്തൊക്കെയായാലും. അതെ, പിന്നെ അതൊക്കെ കാണിച്ച് എന്തിനാണെന്നറിയോ, വണ്ടിയുടെ കേസ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കമ്പന് സാധാരണ പ്ലഗ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെക്കണതാണ്. ഇന്നലെ ഞാൻ പെട്ടെന്ന് ഡിജിജോ വിളിച്ചായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത് വിളിച്ച് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പോകുന്നു. വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ പിന്നെ ജിജോയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ ഒരു വീഡിയോ അല്ലേ വരുന്നുണ്ട്. ഇതേ പാണ്ടിപ്പാറയിലെ വ്യൂ ഒന്ന് നോക്കി.
ഇതിലെ ഇവർ കാറ് കയറ്റണാണെന്ന് ഞാൻ പതിക്കാത്തിലേക്കാണ് ബൈക്ക് കയറ്റിക്കൊണ്ടുവന്നത് അപ്പുറത്തൂടെ. അപ്പോൾ ഇതിലെ കാറ് കൊണ്ടുവരുമ്പോൾ അപ്പുറത്തിരിക്കണതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നല്ലേ കൊണ്ടുവരണല്ലേ. ഇതേണ്ട കാൽവരി കൊണ്ട് ഏതാണ് ആ കാണുന്ന ബിൽഡിങ്? ഇതേ ഒറ്റത്തൊരു വൈറ്റ് കാണുന്നത് കണ്ട. അയ്യോ അത് ഏത് ഡാമാണ്? ആ അതെ ഇടുക്കി ഡാം കാണാട്ടാ. അയ്യോ ഇടുക്കി ഡാമിൻ്റെ മേലിലാണ് ഇപ്പോൾ നിൽക്കണതെന്ന് പറയാം. അതായത് ഇടുക്കി ഡാം ഇപ്പോൾ താഴെയാണ് ഞങ്ങൾ നിൽക്കണതിൻ്റെ. കാരണം അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വെള്ളം കിടക്കണത് ഞങ്ങളുടെയൊക്കെ താഴെ ഇരിക്കുക, അത്ര ഹൈറ്റിലാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്നാൽ നമ്മൾ സേഫ് ആവുമോ? ആൾക്കാർ പറയണവരെ അതല്ലെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പറ്റൂല, ഇവിടെ പറ്റൂല. അപ്പോൾ അതിൻ്റെ രക്ഷയില്ല. അയ്യോ ആ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇത് ക്യാമറ സൂം ലെൻസ് ഉണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോ കിട്ടിയാണ് ഇവിടുന്ന്. ആ വെള്ളം ഇങ്ങനെ കിടക്കണേണ് ഇങ്ങനെ. അയ്യോ അടുത്തൊരു ദിവസം കൊണ്ടുവന്ന് നമുക്ക് എടുക്കാം അടുത്ത പ്രാവശ്യം. നോക്കി നല്ല വ്യൂ, അടിപൊളി വ്യൂ. ഇനി അങ്ങ് കുറച്ച് നേരം അതിന് റെസ്റ്റ് കൊടുത്തേനെ, കാരണം ഇന്ന് പുള്ളീനെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ റോഡ് പോലെ അല്ല, ഫുള്ള് കയറ്റം ഇറക്കണം. അപ്പോൾ അല്ല ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാം ഇവിടെ. ഇത് അങ്ങോട്ട് ആവശ്യമില്ലേ? കൊക്കല്ലേ എൻ്റെ പൊന്നെ? അതല്ല ഇത് കൊക്കല്ലേ അങ്ങോട്ട് എൻ്റെ പൊന്നെ. അങ്ങോട്ട് അപ്പം അങ്ങോട്ട് പോകണ്ട. ഞാനില്ല പോയിക്കും, താൻ പോയിക്കും. പക്ഷേ തനിക്ക് ശീലമാണ്, എനിക്ക് പറ്റൂല. ഞാൻ അപ്പുറത്തെ സൈഡ് നോക്കണോട്ടാ. റിസ്ക് എടുത്തുള്ള പരിപാടി ഒന്നും വേണ്ട. ആ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേരും അപ്പനും അമ്മ എന്നോട് ചോദിക്കും, വൈഫും എന്ത് ജിജോ എന്ത് ചെയ്ത് ചോദിക്കും. അപ്പം റിസ്ക് എടുത്തിട്ടുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആഹാ ഇങ്ങോട്ട് നല്ല വ്യൂ കണ്ടിട്ടാ, അടിപൊളി. പുള്ളിക്ക് വിഷയമൊന്നുമില്ല. പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നുകൊണ്ട് പുള്ളി സ്ഥിരം ഓടി നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് വിഷയമില്ല. അറ്റത്ത് പാറ എന്തോന്നും പൊട്ടിച്ചേക്കണെന്ന് തോന്നുന്നതിലും വെള്ളക്കെട്ട് കാണുന്നുണ്ട്. അടിപൊളി കേട്ടോ, നല്ല നല്ല ഇതിൽ വീടുണ്ടോ? ആ വീടുണ്ട് കേട്ടോ, അവിടെ വീടുണ്ട്. ഓ ജിജോ അവിടെ എന്താണ്? ഒന്ന് കയറിട്ടോ. ആ കീ എടുത്തോ ദേവന്. ആ ഇവിടെ പാറമടയാണ്, അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ജിജോ അതിൻ്റെ അറ്റത്തൊക്കെ പോയി നിൽക്കണ്ട്. അവർക്ക് പേടിയൊന്നുമില്ല, അവർ സ്ഥിരം ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. അടിപൊളി. എനിക്ക് നടക്കാൻ പറ്റണില്ലേ, ഇന്നലെ മല കയറിയതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നുണ്ട്. ആ അടിപൊളി വ്യൂ നോക്കി. ആഹാ എന്തായാലും പാണ്ടിപ്പാറ അല്ല ഇടുക്കിയിൽ വരുമ്പോൾ ഇനി പാണ്ടിപ്പാറ കാണാണ്ട് പോകരുത്. ഇതിൻ്റെ എന്തോരം ദൂരം ഉണ്ടെന്നുള്ളത് ഞാൻ ഇടാം. ഇടുക്കി ജംഗ്ഷനിൽ നിന്ന് നേരെ പോയ കാൽവരി കൊണ്ട് കട്ടപ്പനയാണ്. നമ്മൾ ലെഫ്റ്റ് എടുത്താണ് വന്നത് കേട്ടോ. ഇന്നലെ പറഞ്ഞിരുന്നതാണ്, കാരണം ഇന്നലെ പകുതിക്ക് വെച്ച് വീഡിയോ ഒന്നും പോയില്ലേ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട്. കണ്ടോ അടിപൊളി വ്യൂ. ഡാം ഇടുക്കി ഡാം. ഇപ്പൊ എവിടെ കിടക്കണമെന്ന് അറിയാമോ? ഇടുക്കിയിൽ പാണ്ടിപ്പാറ. ഇടുക്കിയിൽ വന്നിട്ട് പാണ്ടിപ്പാറ കാണാത്തവരുണ്ടെങ്കിൽ വന്നം. കിടിലം വ്യൂ പോയിന്റ് ആണ്, അടിപൊളി എന്റർടൈൻമെന്റ് ആയിരുന്നു. എന്താ പറയാ, നേരിട്ട് നിങ്ങൾ കണ്ടോ അങ്ങോട്ട്? എൻ്റെ അമ്മോ കിടിലം വ്യൂ കണ്ടോ? അങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ അടിപൊളി. അപ്പം ഞങ്ങള് പാണ്ടിപ്പാറയിൽ നിന്ന് പോകണം. പാണ്ടിപ്പാറയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളത് കണ്ടു. അപ്പൊ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇടുക്കിയിലെ വേറെയും കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ പുറകെയും വന്നുണ്ട് അല്ലേ, മുന്നേ കയറിയിട്ടുണ്ട്, പുറകെയും വന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പണിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അതെ, അടുത്ത സ്ഥലത്ത് കാണാം. ഓക്കെ, ശരി.